കൊടു. എന്തിനാണ് ഇത്ര കൈ കൊണ്ടല്ലേ? കൈ പോയിട്ട് വന്നിട്ട് മേടിക്കും. Can the Spotify code find the song I dedicated for you? എന്നിട്ടൊരു ലവ് ലെറ്റർ. ഹേ ഗായ്സ്, അപ്പൊ ഇന്നാണ് കൊച്ചുവിന്റെ ബർത്ത്ഡേ. അപ്പൊ കൊച്ചുവിന് ഇന്ന് എത്ര വയസ്സായി? എന്റെ അനിയൻ 24 വയസ്സ് പൂർത്തിയാവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്ന് 12 മണിയോടുകൂടി കൊച്ചുവിന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പൊ സമയം 11:53. 7 മിനിറ്റ്. നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാൻ താഴെ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് നേരെ എൻ്റെ റൂമിലോട്ടേക്ക് കട്ട് ചെയ്യാം കേട്ടോ. സോ ഹാപ്പി ഗൈസ്. എന്ത് പറയുന്നത്, നമ്മളെ ബർത്ത്ഡേ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഏപ്രിൽ മാസം എന്ന് പറയുമ്പോഴേ കൊച്ചുവിന്റെ ആ 2 ദിവസം കൊണ്ട് അവന് ഭയങ്കര വിഷമം. എനിക്ക് വയസ്സ് കൂടുന്നു. അവൻ പറയണേ, 6 വർഷം കഴിഞ്ഞ് എനിക്ക് 30 വയസ്സാവുമല്ലേ, എനിക്ക് ആവണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചുവിനൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ആൾറെഡി അവൻ അറിയാം എന്തോ വാങ്ങിച്ചത്. കാരണം സർപ്രൈസ് അല്ല, അവൻ എന്താണോ വേണ്ടത് അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. എന്തായാലും അതിന്റെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാ. അപ്പോഴത്തേക്ക് ഞാൻ ഈ റൂമിൽ പോയി കൊച്ചുവിന്റെ കേക്ക് കെട്ടിട്ടെ. ഇന്ന് കൊച്ചുവിന്റെ ദിവസമാണ്. അപ്പൊ ഇന്ന് കൊച്ചുവിന് എന്താണ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചത്? എന്താണ് ഗിഫ്റ്റ്? എന്താണ് വേണ്ടത് നിനക്ക്? എനിക്കൊരു ഇന്നോവ ക്രിസ്റ്റ വേണം, നീ മേടിച്ചു തരൂ. ഇന്ന് ഫുൾ ചെലവ് നിങ്ങളുടെ വക. അതെ. ഞാൻ ഓർഡർ ഈ ബർത്ത്ഡേക്കാരല്ലേ നമുക്ക് ചെലവ് ചെയ്യേണ്ടത്. ഇന്ന് ഞാനാണ് ഇന്നത്തെ ഹീറോ. നാനൊരു പൊളിക്കും. എന്തൊരു വേണം? ഷൂസ് ഗൈസ്. അവന് ഷൂസ് ഇപ്പൊ ഇല്ല കേട്ടോ, അതാണ് ആവശ്യം. ഇട്ടുകൊണ്ട് കിടക്കുന്ന എന്റെ ഷൂസ് ആണ്. ചില നേരം കൊച്ചിനെ നിക്കർ വരെ എടുത്തിടും. സ്കെച്ചേഴ്സ് എന്നാടാ, സ്നിക്കേഴ്സ്. ഫണ്ട് കയ്യിന്ന് പോയതാ. ആ ഗൈസ്, അപ്പൊ നമ്മളത് പ്യൂമയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഓഹോ, ഞാൻ വിചാരിച്ചു നീ ഇതായിരിക്കും ആദ്യം എടുക്കണേന്ന്. കൊച്ചുവിന് പ്യൂമയിൽ ഒന്നും അങ്ങോട്ട് ദഹിച്ചില്ല. അതുകൊണ്ട് നമുക്ക് അഡിഡാസിലോട്ട് പോവാം. ഓരോ ബ്രാൻഡിൽ നമുക്ക് കയറി ഇറങ്ങാം കേട്ടോ. ക്രോക്സ് വേണോ? ക്രോക്സ് വേണ്ട. ഒരു ബ്ലൂ വൈറ്റ് കോംബോ. നമ്മൾ ചെയ്യേണ്ട ഈ ഒരു വൈറ്റും ബ്ലൂവും കൂടി ഒന്ന് നോക്കാൻ വേണ്ടി പോയട്ടോ. അവിടെ കൊച്ചു ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേ കളർ തന്നെ ഇല്ല. അല്ലല്ല, റെഡ് കളർ. കൊച്ചു ഷൂസ് ഇട്ട് നടന്നു നോക്കിയാണ്. അങ്ങനെ ഉണ്ടോ? കംഫർട്ട് ഉണ്ടോ? ഇനി എന്ത് വേണം? പുതിയ ഷൂസ്, അത് അഡിഡാസിന്റേത്. ചെരുപ്പില്ല. കക്കൂസിന്റെ ചെരുപ്പിന്റെ വിലയൊന്ന് നോക്കൂ. അത് കൊള്ളാം. നമ്മളെടുത്ത അതിന് 5600 രൂപ. ഓ, 10,000 രൂപയ്ക്ക് 1 രൂപ കുറവില്ലേ? താങ്ക് യു. നമ്മളൊരു ടീഷർട്ടും വാങ്ങിച്ചേട്ടോ. ഫൈനലി നമ്മൾ ഇത് തന്നെ ഫിക്സ് ചെയ്ത് അവൻ ഇട്ടപ്പോൾ കംഫർട്ടായി, ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഗൈസ്. ഈ ഊള അതിനിടയ്ക്ക് ഡ്രസ്സ് മാറ്റി. ആ ഡ്രസ്സ് കൊള്ളത്തില്ലെന്ന്. എന്ത് കഷ്ടം നോക്കണേ. Happy birthday to you. Happy birthday to you. നിറയെ പൂക്കും തീരമോഹത്തുമ്പാലേ, ഇനിയും നിന്നുള്ളം നോവല്ലേ. മുതുക്കനായിരിക്കുകയാണ്. 24 വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കണ്ണടി വെച്ചത് കരച്ചിൽ കാണാതിരിക്കില്ല. കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു 24 അല്ലെങ്കിൽ 23 വയസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് അങ്ങ് പോയി. ഞാൻ സത്യം പറയാം, ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതാ. അപ്പൊ അതേപോലെ 24 വയസ്സ് നിന്റെ ഒരു പെണ്ണ് കെട്ടി
നല്ല ഒരു കുടുംബസ്ഥനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയാ പറ 24 വയസ്സിൽ ഞാൻ 24 അവൻ പെണ്ണ് കെട്ടിയില്ലെങ്കിലും പെണ്ണിനെ കണ്ടുപിടിക്കും, എൻഗേജ്മെന്റ് നടത്തും. 25 കല്യാണം. സത്യമോ? സത്യം. 23 വയസ്സ് പെട്ടെന്ന് പോയി, ഞാൻ അറിഞ്ഞില്ല. നീ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വയസ്സുകളൊക്കെ കൂടുക. എല്ലാരും പ്രായം കൂടുക. സത്യത്തിൽ ഒരു പ്രായം കഴിയുമ്പോഴത്തേനും നമുക്ക് തോന്നും പണ്ടൊക്കെ ഹാപ്പി ബർത്ത്ഡേ ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ വീഡിയോ കാണുന്നതിന് 24 വയസ്സുള്ളവർ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. കൊച്ചുവിന്റെ സെയിം ഏജ് ഉള്ള എത്ര ഞാൻ കമന്റ് ചെയ്യേ. എന്നാലും 5 മാസം നീളേതാ. താഴെ കേക്ക് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെ ഒളിപ്പിച്ചേക്കുന്നത്? പിറந்தവനേ എൻ ഗുണം കൊണ്ട എന്നുലകേ. കൊച്ചു ആയോണ്ടായിരിക്കുമല്ലടാ കൊച്ചു കേക്ക് ഇല്ലടാ. ആ പാടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്. ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റെ നില്ല് നില്ല്. ചിത്തിര കയ്യിലെന്തുണ്ട്. നമ്മുടെ കുടുംബത്തിൽ കൊച്ചു 24 വയസ്സ് പൂർത്തിയാക്കി വലിയൊരു പുരുഷനായിരിക്കുകയാണ്. ഇന്നലെ വരെ പുരുഷൻ, ഇന്ന് വലിയൊരു പുരുഷൻ. ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് 24 വയസ്സായി. അതെ, ഇനി 30 വയസ്സാവുന്നതിന്റെ എന്നാ ഞാൻ കരയാൻ പോകുന്നത്. അതുവരെ ഞാൻ ഗ്ലാസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി സർപ്രൈസ് തീർന്നില്ല. ഇനി ആൾറെഡി ആവട്ടെടാ. ഇല്ല, ഇത് ആൾറെഡി അതിന്റെ വീഡിയോ നിങ്ങളിപ്പോ കണ്ടുകയാണ് സുഹൃത്തുക്കളെ. ഇത് ആൾറെഡി കൊച്ചു ഇട്ട് നോക്കി വാങ്ങിച്ചാണ്. സർപ്രൈസ് ആവട്ടെ. ഞാൻ അങ്ങനെ തിരിഞ്ഞിട്ട് പെട്ടെന്ന് വരണേ. എന്തിനാണ് ഇത്ര? ഏത് അഡിഡാസാ? അഡിഡാസ്. ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, അബിബാസ്. അത് ഡ്യൂപ്ലിക്കേറ്റ്, ഇത് ഒറിജിനൽ. ഇത്രയും വില കൊടുത്തത് മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? 10,000 രൂപ അതിന്റെ വില. പറഞ്ഞാ വേണ്ടത്. എവനാണിത് വേണോന്ന് പറഞ്ഞു. സൂപ്പർ ഷോ ആണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനും ഇടയ്ക്ക് ഇനിയുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ. എടാ തീർന്നിട്ടില്ല എന്റെ ഗിഫ്റ്റ്. എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി ഉണ്ട്. ഇതാ പിടിച്ചോ. ഫണ്ണായിട്ട് പൊട്ടിക്കണം. അതാ ഹാർട്ട് ഫൺ. കത്തി എടുത്തിട്ട് വാ. പാക്കിങ് സൂപ്പർ കേട്ടോ. ഇത് ബാഗല്ലേടാ? ഷർട്ട് ഗൈസ്, ഷർട്ട് എങ്ങനെയുണ്ട്? ഷർട്ട് ഇട്ടൊരു ഫീൽ ഇല്ല. ഇല്ല ഭയങ്കര രസമില്ലടാ, നല്ല സുഖമില്ലേ. ഇത് നമ്മുടെ ഹാർഫോണിന്റെ കൂൾ പ്രോ ഷർട്ടാണ്. അതിനകത്ത് തന്നെ പേരുണ്ട്, കാരണം നമ്മുടെ സമ്മർ സീസണിലൊക്കെ പറ്റിയ ഷർട്ടാണ്. ഇപ്പൊ എല്ലാവരും നല്ല ചൂടെടുത്ത് ബിയർത്ത് സ്വെറ്റായിട്ട് കിടക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല കൂളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞോണ്ടല്ലോ നമുക്ക് ആ ഒരു ബോഡിക്കും നമുക്കും ആ ഒരു ടയർഡ്നെസ് കാണത്തില്ല കേട്ടോ. അടിപൊളി ഒരു ഷർട്ടാണ്. അതെ ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ ഒരു ന്യൂ ഏജ് വർക്ക് വെയർ ബ്രാൻഡാണ് നമ്മുടെ ഹാർഫോൺ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു സമ്മർ സീസണിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് നമ്മുടെ ഹാർഫോണിന്റെ കൂൾ പ്രോ ഷർട്ടുകൾ. അതുകൂടാതെ സീറോ സ്വെർടെക്, അൾട്രാ ലൈറ്റ് വെയിറ്റ് ആൻഡ് ബ്രീത്തബിൾ ഫാബ്രിക്, UV പ്രൊട്ടക്ഷൻ, റിംഗ്ലെസ് റെസിസ്റ്റന്റ്, ആന്റി ഓഡർ ടെക്നോളജി ആൻഡ് റേഞ്ച് ഓഫ് വൈബ്രന്റ് കളേഴ്സ്. ഇതൊക്കെ മറ്റ് ഷർട്ടുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാകും. അതുകൂടാതെ റാഗൻ സ്ലീവ്സ് ആയതുകൊണ്ട് തന്നെ 360 ആം മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. 4-way സ്ട്രെച്ചിങ് ഫാബ്രിക്കും ആണ്. അപ്പൊ പിന്നെ കംഫർട്ടിന്റെ സ്റ്റൈലിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. അപ്പം ഗൈസ്, നമ്മുടെ ഫാമിലിക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. PPIT ആണെന്നുള്ള നമ്മുടെ പ്രോമോ കോഡ് യൂസ് ചെയ്ത് വാങ്ങുവാണെങ്കിൽ 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ ഹാർഫോണിന്റെ ഷർട്ട് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടും ഉണ്ട്, ഇടാൻ നല്ല സുഖമുണ്ട്. കൊച്ചു പറഞ്ഞാൽ ഒരു ഷർട്ട് ഇട്ട ഫീലേ ഇല്ല, കാരണം അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ഷർട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ലിങ്ക് താഴെ കമന്റ് സെക്ഷനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തേക്കാം. അപ്പം ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ ഇന്നലത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ എണീറ്റ് വന്നിരിക്കുകയാണ്. കൊച്ചിവിടെ വന്നിട്ട് കാപ്പി കുടിച്ചിട്ട് കയറി പോയട്ടോ. ഗായ്സ്, അപ്പൊ നാണ്ട് അമ്മ ഇവിടെ പായസത്തിനുള്ള തയ്യാറെടുപ്പാണ്. എന്ത് പായസം വാങ്ങിക്കുന്നേ? അടപ്പായസം. മടയൊക്കെ വേവിച്ച് അവിടെ വെച്ചേക്കുന്നത്. മൃദുല ഇവിടെ പണികളിലാണ് സുഹൃത്തുക്കളെ. പാത്രം തേച്ച് എഴുതുന്നു. അച്ഛ പായസം വെക്കാൻ ഭയങ്കര എക്സ്പേർട്ട് ആണെന്ന് പറയുന്നത്.
എന്റെ ഫേവറേറ്റ് പായസം മറ്റേ ഇതാണ്, കടല പായസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളെ ഏത് പായസമാണ്? പാൽ പായസമാണോ, അത് അടയാണോ, പ്രഥമനാണ്, ബ്രഹ്മസലിയാണ്? നിങ്ങൾക്ക് ഏത് പായസം താഴെ കമ്പനി? എനിക്ക് ഇതാണ് ഇഷ്ടം, കടല പായസം. അമ്മയ്ക്ക് ഏതാ ഇഷ്ടം? അച്ഛൻ ഏതാ ഇഷ്ടം? കടല ഒരു പ്രത്യേക ഇരുന്ന് ടേസ്റ്റ് ആവും. ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അട വേവിച്ചിട്ട് ഇടുക. ബർത്ത്ഡേ പായസം ഇങ്ങനെ പോള കഴിച്ചാലാണ്. ഇത് ചവൂരി. ഇതെന്തിനു വെച്ചുണ്ടാക്കുന്ന ചവ്വരി? അതൊന്നും എന്റെ അടുത്ത് ചോദിക്കല്ലേ. ചവൂരി എന്ന് പറഞ്ഞു തന്നു, ഞാനത് ഇട്ടു. ഒന്നാം പാല രണ്ടാം പാല? ഇത് ഒറ്റ പാലായിട്ട് അങ്ങ് പിഴിഞ്ഞ് ചെയ്ത് വെള്ളം കൂടി. അതിന് ഒന്നാം പാല പറയുന്ന. ഓ, ഒന്നാം പാല്. ഒന്നാം പാൽ വെള്ളവും കൂടെ. ഒന്നാം ഒറ്റ പാല്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അച്ഛൻ ഇവിടെ നിന്ന് പായസം കഴിച്ച്. ബർത്ത്ഡേക്കാരാ വാടാ. ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. കൊള്ളാമാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിപൊളി. നമ്മൾ പായസം കുടിച്ചിട്ട് വരാം കേട്ടാ. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ, ഇനിയും നിന്നുള്ളം നോവല്ലേ. അങ്ങനത്തെ കൊച്ചുതെ ഷർട്ടും പാന്റും പുതിയ ഷൂസ് ഒക്കെ ഇട്ടുള്ള ആ ഒരു നിങ്ങൾ കണ്ടത് അതാണ് കണ്ടത്. എന്ത് പരിപാടി അടുത്ത? ചെയിൻ മേടിക്കണം. സെൽഫ് ഗിഫ്റ്റിംഗ്. അതെ, സ്വന്തമായി തന്നെ മേടിക്കുക. അതെ, എന്റെ കൈ ഉണ്ടോ? ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. രംഗണ 2.0 ബർത്ത്ഡേ ആയിട്ടുള്ള സ്പെഷ്യൽ. റെഡി 1 2 3. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴ, അടുത്ത പറഞ്ഞില്ല. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴ, പെണ്ണാണ് കൊടുവാളെടുത്ത്. സൂപ്പറാണ്. പുലി അമ്മ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴ. അതെന്തൊരു എക്സ്പ്രഷൻ. മേമനോട് അരങ്ങണം. എന്തൊരു വേണം? അന്ന് നമ്മളെ ഓർമ്മയുണ്ട മിഞ്ചി വാങ്ങാൻ വന്നത്, പിന്നെ വാങ്ങിച്ചില്ല കേട്ടാ. പിന്നെ നമ്മള് ഇവിടെ റെഡി അല്ല തിരിപ്പൂല ചെയ്യൂല ഓർഡർ. അപ്പൊ നീ മോഡൽ കാണിച്ചു സെലക്ട് ചെയ്യും, ഓർഡർ ചെയ്ത്. ഇവിടെ വന്ന മാറ്റർ മറന്നു പോയി പാവം. അണ്ണാ ഇവിടെ ഇവനൊരു ചെയിൻ അണ്ണാ. ബർത്ത്ഡേ സെൽഫ് ഗിഫ്റ്റ്. രുദ്രാക്ഷമൊക്കെ ഉണ്ട്. വെള്ളമുണ്ട്. ആദ്യം വെള്ളം കുടിക്കാം നമുക്ക്. നല്ല ലാസ്റ്റ് ചെയ്യുന്നത് ഇത് ചുരുങ്ങും. കൊച്ചുതെ ഫൈനലി ചെയിൻ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ചെയിനാണ് എടുത്തത്. കൊള്ളാമല്ലേ? ഈ സ്വർണ്ണം ഇട്ട് ശീലമില്ല. എങ്ങനെ കൊച്ചിന് കൈക്ക് വിറയല്. ഇഷ്ടംപോലെ സ്വർണ്ണം ഇരിക്കില്ല. അപ്പം ഇല്ലാത്ത ആഗ്രഹങ്ങളൊക്കെ മൂക്ക് കുത്തണം, കാത് കുത്തണം. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ അമ്മയ്ക്കൊന്നും വേണമെന്ന് ചോദിക്കുന്നില്ലേ? അത് കൈസപ്പാടത്ത് ഇനി കൊച്ചിന് ഷർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നു. അച്ഛൻ്റെ അമ്മയുടെ മകൻ. ഇന്ന് കോളായില്ലേ അവന്? ഇന്ന് എവന്റെ ദിവസമാ. ഇന്ന് അറമാതിക്ക് തന്നെ അങ്ങ് ഷർട്ട്, പുതിയ ഷൂസ്, ചെയിന്. അടുത്ത് ഇനി അച്ഛൻ്റെ അമ്മയുടെ മക. ഇവിടെ വന്നപ്പോ ഒരാൾക്ക് ഡ്രസ് എടുക്കണം. ഓ,
വലുതായി പോയി. എന്തോ ഇത് ഇതിപ്പോ ഫുൾ ചെലവ് പച്ചന്റെ. എടാ യവനെന്റെ ബർത്ത്ഡേ ചെലവ് ചെയ്യാതെ നൈസിന് മാറിയിരിക്കുന്നു. എന്റെ ചെലവുണ്ട്. പാവ ഗായ്സ്, നമ്മൾ ഇത്രയും ഡ്രസ് എടുത്ത് ഫുള്ള് അച്ഛനാട്ടാ കൊടുത്തത്. നിങ്ങളാ എന്റെ അച്ഛനും മൃദുലേക്ക് എന്തൊക്കെ എടുത്തടി? എനിക്ക് ഒരു പാന്റ്, ഒരു ടീഷർട്ട്, പിന്നെ ഒരു ജോഡി. എടാ അച്ഛന് മൊത്തത്തിൽ വിഷമം കാണാണ്ട. ആ കണ്ണീരങ്ങ് തുളച്ചോളെ. അപ്പൊ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ കേട്ടോ. ഇനി നേരെ സിനിമയ്ക്ക്. തകർപ്പ് ഷോപ്പിംഗ് ആയിരുന്നില്ലേ? എത്ര മണിക്കൂർ പോയെന്നറിയാമോ? ആ കൊച്ചൊരു ജയന്റെ പാൻറ്റൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു. നീയോ അടിപൊളിയായിരുന്നു കേട്ടാ. സ്കിൻ ഫിറ്റ്. പ്രവീൺ എത്ര പിന്നെ ഷോപ്പ് ചെയ്താലും മടുക്കത്തില്ല. നിന്നിങ്ങനെ എടുത്തോണ്ടിരിക്കും. ഒരു മടുപ്പില്ല അവന്. ഇട്ടിട്ട് ഞാൻ എത്ര മണിക്കൂർ ഇട്ടിട്ട് മടുത്ത്. പക്ഷെ പ്രവീൺ കൊടുത്ത് ഇതിട്ട് പറഞ്ഞിരിക്കുന്നു. എനിക്ക് ഡ്രസ് എടുത്താ എന്തോ മുഴുക്കൂലേ? ലാസ്റ്റ് ഇനി ഇല്ല, അവിടെ ഇല്ല ഇനി ഒന്നും. ഇങ്ങനെ കുന്നൂട്ടി വെച്ചേക്കുന്നത്. എന്നിട്ട് 2 എടുത്ത് അത് എന്നിട്ട് 2 പിടിച്ചു. നമ്മള് കൊത്തു പൊറോട്ട പറഞ്ഞു, ഫ്രൈഡ് റൈസ് പറഞ്ഞു, പൊറോട്ട പറഞ്ഞു, എല്ലാം ഉണ്ട്. പക്ഷെ വെട്ടമില്ല. അപ്പൊ നമ്മൾ ആവേശം കാണാൻ വേണ്ടി പോവാ. ആരാ നടനെന്നറിയാം? ആവേശമില്ല ആരാ? ഫഹദ് ഫാസിൽ. അമ്മ അച്ഛനും കണ്ടില്ലായിരുന്നു കേട്ടോ ആവേശം. നമ്മൾ 2ാമത്തെ കേട്ടോ. പക്ഷെ നല്ല രസം. കഥ പറഞ്ഞു തരാന്നാ. നീ ആണെങ്കിൽ കൊച്ചുവിന്റെ ബാധ പിടിച്ചേ. കൊച്ചു ഇങ്ങനെയാണ് സിനിമ കണ്ടിട്ട് കഥ പറഞ്ഞു വിടും. എടാ മോനെ, ആവേശ സിനിമയെ കണ്ടു കേട്ടോ. അപ്പൊ നമ്മൾ ആൾറെഡി ഒരു വട്ടം കണ്ടിട്ട് 2ാമത്തെ വട്ടമാണ്. ഇനി അച്ഛനും അമ്മയും കണ്ടിട്ട് എങ്ങനെ ചോദിക്കും? എങ്ങനെ അച്ഛത്തെ പടം? എടാ മോനെ. ഇന്റർവ്യൂ കഴിഞ്ഞപ്പം പിന്നെ അമ്മ അച്ഛനെ എടാ മോനേന്ന്. എടാ മോനേന്ന് പോപ്കോൺ ഇടാന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇറങ്ങിയിട്ട് എത്ര ദിവസം ഇപ്പോഴും സന്തോഷം. നിന്റെ കഴിഞ്ഞ് കോട്ട കഴിഞ്ഞു. ഓട് 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 ഓട്. നേരത്തെ 2 പേർക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പൊ 3 പേർക്ക്. ചെലവ് കൂടി. 3 മക്കളായി. കൈ വിട്ടടേ, കൈ വിട്ടടേ. ഇവിടെ അങ്ങനെ ഇനി അമ്മയുടെ ബർത്ത്ഡേ എന്നാ? ഇനി അച്ഛന്റെ എന്നാ? എനിക്കും ഒരു ഷർട്ടും പാന്റും. എന്നെ പിടിച്ചാണ് അവന്റെ. ഇയാൾ എത്ര വാങ്ങിച്ചേ? 1 2 ജോഡി. അടുത്തേന്റെ ബർത്ത്ഡേക്കും ഇല്ല കേട്ടോ. തീർന്നു, കഴിഞ്ഞു. ഗൈസ് പിന്നെ കൊച്ചുവിനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആരോ അയച്ചിട്ടുണ്ട്. ആരാന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. അവനും അറിയത്തില്ല. അങ്ങനെ പറയൂലേ അബുജയ? എടാ അതായത് അറിയാത്ത ആൾക്കാരെ അപ്പിതേ കാംക്ഷി. എന്തോ ഒരു പേര്. മതി ഇപ്പൊ എടുത്തോട്ട് വാ. തുറന്നോ? തോന്നായിട്ടുണ്ടല്ലോ. മണം പൂവൊക്കെ ഞാൻ വിചാരിച്ചു മുട്ടായിരുന്നു. പക്ഷെ മെഴുകുതിരി ഏതാണ്ട് ആരാണ് നിനക്ക് പൂവൊക്കെ അയച്ചു തന്നെ? ഓ ഇവന്റെ മോൻ തയ്ച്ചത് വൃത്തിയേടായോണ്ടേ ഇതൊക്കെ ഒട്ടിച്ച് നന്നാ. അല്ലല്ല നിനക്ക് ഇതെനിക്ക് എടാ. ഈ കിട്ടിയത് എനിക്ക്. എടാ ഇത് എന്റെതാ. ആ ഓ ഇത് ആരോ കൊടുത്തു, അവന് കൊടുത്തു. ഇതിപ്പോ നമ്മള് വീട്ടിൽ വന്ന് ഞാൻ വാങ്ങിച്ചോ? ഓ സ്കാൻ ദ സ്പോട്ടിഫൈ കോഡ്, ഫൈൻഡ് ദ സോങ് ഐ ഡെഡിക്കേറ്റഡ് ഫോർ യു. എന്നിട്ടൊരു ലവ് ലെറ്റർ. നിനക്ക് എത്ര ഷർട്ട് കിട്ടിയടാ നിനക്ക്? അടുത്ത ടീഷർട്ട് പല വർണ്ണത്തിലുള്ള മെഴുകുതിരി. ഈ കൊള്ള കേസ് നൈസ്. വൈറ്റ് കൊച്ചുവിന് ഇഷ്ടപ്പെട്ട കളർ വൈറ്റ് ആട്ടാ. ഓ ബാക്കിൽ കൊള്ള. താങ്ക് യു. ഒരുപാട് മുട്ടായി കിട്ടി. സന്തോഷം.
അപ്പോൾ ഗൈസ് അവർ എത്ര ഇത് അയച്ചല്ലേ, അപ്പോൾ നമുക്കിതൊന്ന് സ്കാൻ ചെയ്തതിൻ്റെ പാട്ട് നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് ഏതാ നോക്കാം. സ്പോട്ടിഫൈ വിട് ഇപ്പം തന്നെ നോക്കാം. ഓക്കേ. ബർത്ത്ഡേ ഒക്കെ നല്ല അടിച്ചു പൊളിച്ചു. ബർത്ത്ഡേ നല്ല അടിപൊളി ഡേ ആയിരുന്നു. ഇന്നലെ തൊട്ട് നല്ല അടിക്കിടിലായിരുന്നു. അമ്മയുടെ പായസം പിന്നെ സിനിമയും ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തി ഇനി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകുന്ന സുഹൃത്തുക്കളെ. അപ്പൊ ഇത് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു, കിടിലായിരുന്നല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. ബർത്ത്ഡേ ടുഡേ. അതെ. 3 സ്റ്റാർട്ട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ. എനിക്ക് ചിരി വരുന്നു. നിനക്ക് ഇവൻ എൻ്റെ അത്ര ആക്ടിങ് സ്കില്ലില്ല.